ഇത്രയും നാളും കുഞ്ഞുവാവ കഴിച്ചിരുന്നത് അമ്മയുടെ പാല് മാത്രമാണ്, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രമാണ്. അതിൽ നിന്നും ഒരു ചേഞ്ച് ആയിട്ട് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള സോളിഡ് ഫുഡ്സ് ചെല്ലുമ്പോൾ കുടലിൽ ഈ ഫുഡ് അബ്സോർബ് ചെയ്യാനൊക്കെ ഇത്തിരി വ്യത്യാസങ്ങൾ വരും. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുവാവയ്ക്ക് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് പോകുന്നത്. കുറച്ച് നാൾ കൊണ്ട് തന്നെ ഇത് ഓക്കെ ആവുകയും ചെയ്യും. ഇവിടെ അമ്മ ചോദിച്ചിരിക്കുന്ന ഡൗട്ട്, ആവശ്യത്തിന് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, എന്നിട്ടും കുഞ്ഞുവാവയ്ക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ഓൺ ചെയ്താലും കുഞ്ഞുവാവയ്ക്ക് ആവശ്യത്തിനുള്ള ജലാംശം ശരീരത്തേക്ക് കിട്ടുന്നുണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പുതിയ ഫുഡ് സ്റ്റൈലിലേക്ക് മാറുമ്പോൾ 6 മാസത്തിൽ നമ്മൾ ഈ ഫുഡ് പാറ്റേൺ ഒക്കെ ഇത് ചേഞ്ച് ആക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും കുഞ്ഞുവാവയ്ക്ക് പാല് ഇടവിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഫോർമുല മിൽക്ക് ആണെങ്കിലും ഇടവിട്ട് നമ്മൾ കൊടുക്കാൻ മറന്നു പോകരുത്. പുതിയൊരു ഫുഡ് സ്റ്റാർട്ടായാലോ ഇനി അത് മതി എന്ന് ചിന്തിക്കരുത്. അതുപോലെ തന്നെ വെള്ളവും ഈ ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്തതിനോടൊപ്പം തന്നെ കുഞ്ഞുവാവയ്ക്ക് വെള്ളവും കൊടുത്തു തുടങ്ങുക. 6 ദിവസം വരെയൊക്കെ കോൺസ്റ്റിപ്പേഷൻ നോർമലാണ്, വലിയ പ്രശ്നം ഒന്നും തന്നെ ഇല്ല. ഇതിനൊപ്പം തന്നെ കുഞ്ഞുവാവയ്ക്ക് നിങ്ങൾ ജെന്റിൽ മസാജ് കൊടുക്കുക. അതായത് വയറിൽ വലത്തേക്ക് ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അമ്മയുടെ കൈ വലത്തേക്ക് ഇങ്ങനെ നീങ്ങി വരുന്ന രീതിയിലാണ് ക്ലോക്ക് വൈസ് ആയിട്ട് മസാജ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കുഞ്ഞുവാവയുടെ മുട്ടുമടക്കി വയറിൽ അമർത്തുന്ന രീതിയിലുള്ള എക്സസൈസും കുഞ്ഞുവാവയെ കൊണ്ട് ചെയ്യിക്കുക. അവർ 6 മാസമൊക്കെ കഴിയുമ്പോൾ അവർ ആക്ടിവിറ്റീസ് കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നതൊക്കെ കൂടുതലാകുന്നതനുസരിച്ചിട്ട് അവരുടെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ പ്രശ്നവും മാറിക്കോളും. താങ്ക് യു. എൻജോയ് യുവർ പാരൻറ്റിങ്.